സർബത്ത് നമുക്ക് കിട്ടിയെന്നൊരു ചേട്ടനാണ്. നമ്മൾ ഇത്രയും നേരം സ്റ്റേ ചെയ്യാൻ അവിടെ നോക്കി നമുക്ക് എവിടെ സ്റ്റേ കിട്ടിയില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആൾ കേരള വാക്ക് ക്യാൻസർ അവയർനെസ്സിൽ നമ്മളിപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിലാണുള്ളത്. എന്തെന്ന് നിങ്ങൾക്കറിയാം, ഇന്നലെ അടിച്ച മഴ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മഴയായിരുന്നു. നമ്മൾ ടെൻറ്റിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കിയിട്ടും പറ്റിയില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ വഴിയിൽ നമ്മൾ കേട്ടിട്ട് വന്നപ്പോൾ ഈ റൂമിലുള്ളവർ പറഞ്ഞു, നിങ്ങൾ നടന്നല്ലേ പറഞ്ഞത്, നമുക്ക് സ്റ്റേ ചെയ്യാൻ റൂം തരാമെന്ന് പറഞ്ഞ് നമ്മൾ റൂം തന്നായിരുന്നു. നമ്മൾ അങ്ങനെ സ്റ്റേ ചെയ്തായിരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോണത് കായംകുളം. ഇവിടെ നിന്ന് 1 കിലോമീറ്ററാണ് കായംകുളം ആയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ടാർഗറ്റ് ചെയ്ത കായംകുളം റീച്ച് ആവണമെന്നാണ്. ആണെന്നാൽ നമ്മളോട് പോകാൻ പറ്റില്ല ഈ മഴ കാരണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡ് പണി നടക്കണോണ്ട് നമ്മൾ ഈ 2 സൈഡിലും വെള്ളം എന്ന് പറയുന്നത് കെട്ടി അവിടുത്തെ മണ്ണും കൂടെ ചേർന്ന് ചെളിയായാണ് കിടക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ ആ ചെളിയിൽ നമ്മൾ കാലി അടിച്ചടിച്ച് ഒരു ഇൻഫെക്ഷൻ പോലെ, ആൾറെഡി കാലിൽ ഇൻഫെക്ഷൻ ചെറുതായിട്ടുണ്ട്, തിരുമ്പ് ഇൻഫെക്ഷൻ പോലെയാണ് ആവണത്. അതുകൊണ്ട് നമ്മൾ ഇനി കായംകുളം കഴിഞ്ഞ് ആലപ്പുഴ റൂട്ടിലോട്ട് പോകാം. ആലപ്പുഴയ്ക്ക് ഒരു കുറച്ച് ഡിസ്റ്റൻസിന് മുമ്പ് നമ്മളിന്ന് സ്റ്റേ ചെയ്യും. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ നമുക്ക് മറക്കല്ലേ. നമുക്ക് ഇന്നത്തെ ജേർണി ആലപ്പുഴ നോക്കി പോകാം കേട്ടോ. നമ്മളെ ബാഗ് ഇതായിരിക്കും. നമ്മൾ ബാഗ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നേരെ പോയി ഒരു ചായയും എന്തെങ്കിലും ഒരു ബനാന എന്തെങ്കിലും കഴിക്കാം. ഇത്ര ദിവസം നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ഇന്ന് തൊട്ട് ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും ചെറുത് എടുക്കാമെന്നൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോകണം. ഇന്ന് രാവിലെ തൊട്ടപ്പോഴേ ഫുൾ ട്രാഫിക്കാണ്. ട്രാഫിക് പോലത്തെ ഫുൾ വണ്ടികളാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ ഓഫീസ്, കോളേജ്, സ്കൂള് എല്ലാവരും പോകണമല്ലേ. അപ്പോൾ അവർക്കുള്ള ഒരു ഇതിനു വേണ്ടി പോയിക്കൊണ്ടേയിരിക്കും. നമ്മളെ ജോലി നോക്കി നമ്മളും പോയിക്കൊണ്ടേയിരിക്കും. അത്രയും തന്നെ ഉള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏത്തമ്പഴങ്ങ അത് നല്ലതല്ലേ എപ്പോഴും, അല്ലേ മാമാ? ഇല്ല, നടന്നു പോണതാ ആൾ കേരള ഒരെണ്ണം എടുത്താണോ? അപ്പം അതുകൊണ്ട് രാവിലെ ഒന്നും ഒരു ഏത്തമ്പഴം കഴിക്കണത് നല്ലതല്ലേ, കുറച്ച് ആരോഗ്യമെങ്കിലും കിട്ടും. ഓ ആ, അപ്പോൾ നമുക്ക് 1/2 കിലോ ആയിട്ട് എടുത്ത് തരാം. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 20 തന്നെ വരുള്ളൂ. ഒന്ന് ഓക്കെ, വലിയ താങ്ക്സ് ഉണ്ട്. ഞാൻ രാവിലെ പറ്റിച്ചൊന്നും വേണ്ട, അങ്ങനൊന്നുമില്ല. എന്തോ വലിയ താങ്ക്സ് ഉണ്ടോ. നമ്മളെ പഴം വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പഴം കഴിക്കാം. അപ്പോൾ രാവിലെ ഒരു സ്ട്രെങ്ത് ആവും, അല്ലേ വേണോ? ഒരു വലിയ സ്ട്രെങ്ത് ആവൂലേ? பழம் சாப்பிட்டா நல்லது. இதுக்கு நல்லது பழம் சாப்பிட்டா என்ன மாதிரி உடம்பு வைக்கலாம். So sad. ഓക്കെ, നമുക്ക് ചായ കുടിക്കാം കേട്ടോ. ആ 2 ചായ. നമുക്ക് പഴമുണ്ട്, ചായ ഉണ്ട്, നമുക്കത് കുടിക്കാം. ഇന്ന് സമയമായിട്ടുണ്ട്. പറ്റണയും മാറിയോ കാപ്പി അടിക്കാം. ആരെയോ ചായ, നമ്മളെന്ത് ചായ കുടിച്ചാലും ചായയല്ലേ. ബിനോയിൻ കുറിച്ച് ചെറിയ വിഷമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അത് മാറി ചായ കുടിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഴം കഴിച്ചിട്ട് നമ്മളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അതുപോലെ കൊച്ചി ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ആലപ്പുഴയും ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ മന്നാർശാല റൂട്ടിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, എറണാകുളം ആലപ്പുഴ പോണ റൂട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ മന്നാർശാല പോയാണ് പോകാനുള്ളത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു മെയിൻ ജംഗ്ഷനിലുണ്ട്. നമ്മളിനി നേരെ ഈ റൂട്ടിലോട്ടാണ് പോണത്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണും, ഇന്നിവിടെ നല്ല മഴ തൂറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെള്ളക്കെട്ടാണ് ഇവിടുത്തത്. ഇന്നലെ അടിച്ച മഴ അങ്ങനത്തെ ഒരു മഴ ആയിരുന്നു രാത്രി. ഇന്നലെ നിങ്ങൾ കണ്ടാണ് പെട്ടെന്ന് നമ്മൾ റെയിൻ കോട്ടെല്ലായിട്ട് എന്ത് പറ്റിയ പോരേക്ക് പെട്ടെന്ന് റെയിൻ കോട്ടെല്ലായിട്ടൊരു പോകണല്ലോ എന്ന് വിചാരിച്ച് കാണും. എന്ന് പറഞ്ഞാൽ നല്ല സീരിയസ് നല്ലൊരു മഴ തൂറ്റിയിട്ടുണ്ടത്, അതുകൊണ്ടാണ്. പക്ഷേ നമ്മളങ്ങനെ നടന്ന് ഹരിപ്പാടിൻ്റെ കുറച്ച് അടുത്ത് എത്തിയിട്ടുണ്ട്. ഹരിപ്പാടിന് ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഹരിപ്പാട് എത്താൻ നമുക്ക്. അതിൻ്റെ ഇടയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് കോളെന്നറിയാമോ? എൻ്റെ മച്ചാൻ ഒരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ മച്ചാൻ വിജയ മച്ചാനെ എല്ലാവർക്കും അറിയാം. മച്ചാൻ പെട്ടെന്ന് ഇനി ഫോൺ ചെയ്തിട്ട്, മച്ചാൻ നീ എവിടെ ഉണ്ട്, നിങ്ങൾ കായംകുളം കഴിഞ്ഞ് എവിടെ എത്തി, എൻ്റെ ഏരിയ കഴിഞ്ഞ് ഹരിപ്പാട് എത്തിയോ, അങ്ങനെ ഒരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ എന്തിന് കേട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണ വഴിയിൽ മച്ചാൻ അവിടെ നിന്ന് ഓടി വരുവാ കേട്ടോ. വണ്ടിയിലാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞാലും നമുക്ക് ഓടി വരുന്ന ഒരു മീനിങ് ആണ്. നമ്മളിങ്ങനെ വരണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാൻ ഒരു മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളെ വിജയ് മച്ചാന് മാത്രമാണ്. അതുപോലെ നമ്മൾ പോണതിൽ വിജയ് മച്ചാനെ കാണാം. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത്രയും ദൂരം വന്ന് കാരണം നമ്മളെ ഇത്രയും ദൂരം കൂടുതലും പോണ വഴിയിൽ എല്ലാവരും നമ്മളെ നോക്കി കുറച്ച് ദൂരം നോക്കി കാണും. ஆனால் ഇത്രയും ദൂരം നമ്മളെ എപ്പോഴും അവിടെ ഒരു ചെറിയ ക്യാമറ വെച്ച് നോക്കിയിട്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. കാണിച്ചു തരാം ആരെന്ന്. അത് കണ്ടല്ല, അവൻ മാത്രം അവൻ്റെ കണ്ണ് നോക്കും കുറുന്ന് നമ്മൾ എവിടെയെല്ലാം പോണെന്ന് കുറുവിട്ട് സ്കോപ്പ് വെച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കള്ളേ അതെനിക്കൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നൈസ് വൈബായിരുന്നു. ഞാൻ ഇപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു തോന്നൽ വന്നത്. ആഹാ, അവൻ അങ്ങനെയാണ് നമ്മൾ നോക്കണതല്ലേ അങ്ങനെയെന്ന്. ഇങ്ങനെ എങ്ങനെ വണ്ണ സെറ്റല്ലേ മച്ചാൻസ്. അങ്ങനെ നമ്മൾ നടന്നതിൽ ഒരു പഴയ കോവിൽ കണ്ടായിരുന്നു കേട്ടോ. ആ റോഡ് സൈഡിൽ ആ കോവിലിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാതെ പോകാൻ പറ്റിയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഷോട്ട് കാണിച്ചു തരാം. ആ കോവിൽ എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഈ സ്ഥലത്തുള്ള ആരെങ്കിലും കണ്ടാൽ കൂടെ നിങ്ങൾ ആ ലൊക്കേഷനെയും മറക്കാതെ കമൻറ്റിൽ ഇടണം. ഓക്കെ ബ്രോ, നമ്മൾ ഇറങ്ങട്ടാ. താങ്ക്സ് ബ്രോ. പോണ വഴിയിൽ അപ്പം അടുത്ത റിട്ടേൺ നമുക്ക് മീറ്റ് ചെയ്യാം, എവിടെയെങ്കിലും വെച്ച് കാണാം. യാ, താങ്ക് യു ബ്രോ. അങ്ങനെ നമ്മൾ മച്ചാനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഹരിപ്പാടാണ്. ഹരിപ്പാട് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ആ 3 കിലോമീറ്റർ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ ആലപ്പുഴ റൂട്ടിലോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ബായ് പറഞ്ഞിട്ട് പോയിട്ട് മച്ചാൻ നമ്മളെ വിടുന്നില്ല. ഫുഡ് കഴിക്കാതെ നമ്മളെ വിടുന്നില്ല അല്ലേ ബ്രോ? ഇങ്ങനെ ഒരു മനസ്സ്, ഇങ്ങനെ നമുക്കിതൊക്കെ അല്ലേ പറ്റത്തേ ഉള്ളൂ. വലിയ ഉപകാരങ്ങളൊന്നും പറ്റില്ല. ആഹാരം കഴിച്ചിട്ട് പോകും. ഇതേ ഒരു വലിയ ഉദവിയാണ് കേട്ടോ. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മച്ചാങ്ങനെ നമ്മൾ നടന്ന് കുറച്ചടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബോർഡ് കണ്ടായിരുന്നു ആലപ്പുഴ. നമുക്ക് ആലപ്പുഴയ്ക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റോപ്പ് ഹരിപ്പാടാണ്. ഇപ്പോൾ കുറച്ച് സമയത്ത് നമ്മൾ ഹരിപ്പാട് റീച്ച് ആവും കേട്ടോ. ഹരിപ്പാടിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് റോഡുണ്ട്, അതെടുത്താണ് അങ്ങ് പോകാനുള്ളത്. നടന്ന് നല്ല വെള്ളത്താണ് എടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ അയർണയിലൊരു സൂപ്പർ കട ഉണ്ടായിരുന്നു. ചേട്ടാ സർബത്ത് ഉണ്ടോ? നമുക്ക് സർബത്ത് വേണം ചേട്ടാ. അടിപൊളി സർവത്ത് തരുമ്പോ നല്ല തണുത്ത് കഷ്ടപ്പെട്ട് നടന്നു പറഞ്ഞോണ്ട് ചേട്ടാ. അതുകൊണ്ട് ഒരു നല്ലൊരു തണുത്ത വെള്ളം. ഓക്കെ ചേട്ടാ, ഓക്കെ ചേട്ടാ. അപ്പോൾ ഒരു മോരും ഒരു സർബത്ത്. യൂട്യൂബ് ഒന്നല്ല, നമ്മള് യൂട്യൂബുമാണ്. ഓൾ കേരള നടന്നു പോവാ. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമുക്ക് സർബത്ത് കുടിച്ചിട്ട് നമുക്ക് ഇനി ആലപ്പുഴ റോഡ് നടക്കാം കേട്ടോ. സെറ്റ് ചേട്ടാ, നമുക്ക് സെറ്റ് ഒരു സർബത്ത് അടിച്ച് തന്നിട്ടുണ്ട്. ഇത്തിരി ദൂരം ഒന്നേലും സെറ്റ് സർബത്താണ് ചേട്ടാ. നമ്മൾ പറഞ്ഞൊരു നിറയെ സർബത്ത് കുടിച്ചല്ലോ. ആണാ ഒരു കാണാനും ഒരു നൈസ് ഒരു ലുക്കുണ്ട്. കുടിച്ചു നോക്കാം കേട്ടോ. സർബത്ത് പൊളിയാണ്. ആ സർബത്ത് നമുക്ക് കിട്ടിയെന്നൊരു ചേട്ടനാണ്. ചേട്ടാ പേര്? എൻ്റെ പേര് ഷാജി. സൂപ്പറുണ്ടോ ചേട്ടാ സർബത്ത്? മച്ചാൻസ് നമ്മൾ ഈ റൂട്ട് വരുമ്പോൾ മോസ്റ്റ്ലി കടയെ നോക്കണം. നിങ്ങളെ കടയുടെ ഒരു ഔട്ട്ലൈൻ വീഡിയോ ആയിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാരണവരെല്ലാം ഒരു സർബത്ത് ചെറുതായി കുടിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. നിങ്ങൾ ഈ ചൂടിൽ വരുമ്പോൾ ഈ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ സർബത്ത് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. താങ്ക് യു ചേട്ടൻ. ടെൻറ്റും കാര്യങ്ങളൊക്കെ ടെൻറ്റ് നമ്മൾ പോകണമല്ലോ, എവിടെയെങ്കിലും ഇട്ട് കിടന്നു പറഞ്ഞു. നല്ല ഏതെങ്കിലും പ്ലേസ് കേട്ടിട്ട് കാണാൻ കേട്ടോ. കാണാനൊക്കെ മറ്റേ സംഘം നമ്മൾ സർബത്ത് കുടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. ചേണ്ട കട ഇതായിരിക്കണമല്ലോ. നമ്മൾ ഈ റോഡിലോട്ട് പോകുമ്പോൾ ഈ സൈഡിൽ വരുമ്പോഴാണ് ഈ ചേണ്ട ഇവിടെ കട കേട്ടോ. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പോകാൻ 30 കിലോമീറ്ററും അമ്പലപ്പുഴ പോകാൻ 17 കിലോമീറ്ററാണുള്ളത്. അത് നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ കടപ്പുറം സൈഡാണ് വരാൻ പോണത് കേട്ടോ. പക്ക കടപ്പുറം സൈഡാണ് വരാൻ പോണത്. ഇവരെ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 5:30 കേട്ടോ. അതുപോലെ ഇന്നൊന്നും പറയാം, നമുക്കിന്ന് സ്റ്റേ ഇന്നും അറേഞ്ച് ആയിട്ടില്ല. നമ്മളിന്ന് ടെൻറ്റിലാണ് കിടന്ന് ഉറങ്ങാൻ പോണത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് നേരത്തെ ഒരു ഇടത്ത് നോക്കിയിട്ട് നമുക്ക് പോയി സ്റ്റേ ചെയ്യാം അവിടെ. മച്ചാൻ സംഘം നമ്മൾ നടന്ന് ഹരിപ്പാട് കഴിഞ്ഞിട്ട് അമ്പലപ്പുഴ പോണ റൂട്ടിലുണ്ട്. ഇന്ന് നമുക്ക് സ്റ്റേ അറേഞ്ച് ആയിട്ടില്ല കേട്ടോ. സമയം നോക്കിയപ്പോൾ 6:45 ആയിട്ടുണ്ട്. ഇന്നും സ്റ്റേ അറേഞ്ച് ആയില്ല. മൈൻഡ് ഫുള്ളാ ഒരു ബ്ലാങ്ക് ആയിരിക്കണം. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
എന്നു പറഞ്ഞാൽ ക്യാമറയിൽ ചാർജില്ല, ഫോണിൽ ചാർജില്ല. ഇതെല്ലാം നമ്മളെവിടെ കൊണ്ട് ഇടുമെന്നും ഒരു ഐഡിയ ഇല്ല. എവിടെയെങ്കിലും രണ്ടിടത്ത് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി കേട്ട് നോക്കിയായിരുന്നു, ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ടെൻറ്റ് ഇടാൻ പറ്റൂല എന്തെന്ന് പറഞ്ഞാൽ അവർ വേറെ എന്തോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓൾ കേരള ഇങ്ങനെ നടന്നു പറഞ്ഞത് അവർക്ക് ഇന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങ് നോക്കിയാൽ നമുക്ക് അറിയാം. നല്ല ഇരുട്ടി കിടക്കുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ ഒരു വീഡിയോ എടുത്തത്. ഇവിടെ ഫുള്ള് ഇരുണ്ട് കിടക്കണം. ഇനി നമ്മൾ പറ്റണ അത്രയും നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ഇടാൻ നോക്കാം കേട്ടോ. 8:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നേരം സ്റ്റേ ചെയ്യാൻ അവിടെ നോക്കി നമുക്ക് എവിടെ സ്റ്റേ കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു മൈൻഡ് ഫുൾ ഫക്കിങ് ആയിരുന്നു കേട്ടോ. ഒരു ഐഡിയ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹരിപ്പാട് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കുറച്ച് ഇടമുണ്ട്. ആ ഇടത്തിൽ സ്റ്റേ ചെയ്തിട്ടാന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞ് ഫസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു. രണ്ടാമത് ഫോൺ വെച്ചിട്ട് ഫോൺ അടിച്ച് അവർ എൻ്റെ അടുത്ത് പറയണേ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണ്ട, അവിടെ ആൾക്കാർ വരില്ല, ഒരു സേഫ് ഇല്ലാത്തൊരു പ്ലേസാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞ് പോയി കിടക്കാൻ പറഞ്ഞായിരുന്നു. നമ്മളും കുറച്ചുകൂടെ നടന്ന് ഇപ്പോൾ 6 കിലോമീറ്ററായി അവിടെ നടന്നു വന്നിട്ട്. ഇന്നും നമുക്ക് സ്റ്റേയിനൊരിതില്ല. 2-3 ഇടത്ത് ഞാൻ കേട്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 അവർ കട പൂട്ടാൻ പോയ സമയത്ത് അവർ കടയുടെ ഫ്രണ്ടിൽ കുറച്ച് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് കേട്ടത് നമ്മളിവിടെ സ്റ്റേ ചെയ്യട്ടോ, നമ്മൾ ഓൾ കേരള നടന്നാണ് പോകുന്നത്, ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിനിടെ നടക്കുന്നത്. അവർ പറഞ്ഞ് കടയുടെ അവിടെ വേണ്ട, നിങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും പൊയ്യാൽ മതി, ആരെങ്കിലും തരും സ്റ്റേ ചെയ്യാൻ, അങ്ങോട്ട് പൊയ്യാൽ മതി എന്ന് പറഞ്ഞു. എന്തെന്ന് അറിഞ്ഞൂടെ, ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരു നല്ലൊരു കഷ്ടപ്പാടായിട്ടിരിക്കണം. ഞാൻ എന്തുകൊണ്ട് അവിടെ അടിക്കടി നോക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വണ്ടിയുടെ ഇതുമൊന്ന് അടിക്കടി കണ്ണിൽ ബ്ലീച്ച് അടിക്കണം. അതുകൊണ്ടാണ് കുറച്ചു നേരം ഈ റോട്ടിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ റോട്ടിലാണ് കയറി ഇരിക്കണത് കേട്ടോ. റോഡെന്ന് പറഞ്ഞാൽ അങ്ങ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതൊരു റോഡ്. ഇവിടെ നോക്കി ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റോഡാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നതാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ ആരോ വിചാരിച്ചു പോയി ബ്രോ. പെട്ടെന്ന് നോക്കി ആരോ. അതേപോലെ നമ്മളിവിടെ റീച്ച് ആയിട്ടുണ്ട് ബ്രോൻ്റെ വീട്ടിൽ. നമ്മളിവിടെയാണ് കിടന്ന് ഉറങ്ങാൻ പോണത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്നത്തെ സ്റ്റേ നമുക്ക് രാത്രി ഒരു 9:30 സെറ്റായിട്ടുണ്ട്. അതുപോലെ നമുക്ക് നാളത്തെ മോർണിംഗ് തൊട്ട് അടുത്ത് തുടങ്ങാം കേട്ടോ. നല്ല ടയർഡായിട്ടുണ്ട്, നിങ്ങളെ കണ്ടല്ലോ, റോട്ടിയിലാണ് കിടന്നത് കുറച്ച് നേരം. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽബട്ടൺ നമുക്ക് മറക്കരുത്. അതുപോലെ മോസ്റ്റ്ലി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തൊട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ റീൽസ് എന്തെങ്കിലും സ്റ്റോറിയിൽ മെൻഷൻ ചെയ്താൽ #ഇട്ട് സേവ് സനാതല എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റണ അത്രയും സനാതലത്തെ ഒരു സേഫായ സനാതല ആക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്.